ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ക്രോസ് പപ്പി ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെറ്റായിട്ട് വളർത്താനായാലും ഗാർഡിങ്ങിനായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ അതിൻ്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി 2 മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ മൂന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർമ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പർ കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തനിനാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപ. തനിനാടൻ കോഴി കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെയാണ്. പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നത്. നിലമ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. ബൾക്കായിട്ട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 150 രൂപയ്ക്ക് നല്ല ലാഭം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്, തനിനാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 4 മാസം പ്രായമുള്ളൊരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും അതേപോലെ തന്നെ നാടൻ്റെയും ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത്. മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ബ്രീഡാണ് ജർമ്മനും നാടനും. അപ്പോൾ ഈ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം 25,000 രൂപയാണ്. 25,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഹസ്കിയുടെ മെയിൽ പപ്പീനെയൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് വിത്ത് സർട്ടിഫൈഡ് പപ്പീസിനെ എടുക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് കാറ്റുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കാലിക്കോ കളർ ഒരു ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് ഫീമെയിൽ ഒരു 4-5 കിറ്റൻസിനെ കിട്ടുന്നൊരു ഫീമെയിൽ കാറ്റാണ്. ഇപ്പോൾ അടുത്ത് മേറ്റിങ് കഴിഞ്ഞാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 4,500 രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. നല്ല റിസൾട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഫീമെയിൽ കാറ്റാണ്. മാക്സിമം 6 കിറ്റൻസിനെ വരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 4,500 രൂപയാണ് റേറ്റ്. അതേപോലെ ഒരു മെയിൽ കാറ്റും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് റഷ്യൻ ബ്ലൂ സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് മെയിൽ. അപ്പോൾ നല്ല അടിപൊളി റഷ്യൻ ബ്ലൂ കളർ സ്റ്റഡ് മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 4,000 രൂപ തന്നെയാണ്. 4,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിലിൻ്റെ റേറ്റ് 4,000, ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് 4,500 രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ 2 കാറ്റിൻ്റെയും ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. രണ്ടും നല്ല അടിപൊളി കാറ്റുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടും ഒരുമിച്ചെടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പി. തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 12,500 രൂപയാണ് ഈ യൂറോപ്യൻ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ഡോബർമാൻ്റെ ഒരു 5 മാസമായിട്ടുള്ള ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൊടുപുഴയാണ് ലൊക്കേഷൻ. 12,500 ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൈൻ വരുന്ന പേരൻസുകളാണ് വന്നിരിക്കുന്നത്. പേരൻസ് രണ്ടും സർട്ടിഫൈഡ് ആണ്.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിൽ കിറ്റനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമുള്ളൊരു മെയിൽ കിറ്റൻ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ്. ഈ മെയിൽ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കോഴിക്കോടാണ്. അപ്പോൾ ഈ മെയിൽ കിറ്റനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. 3 മാസം പ്രായമുള്ള മെയിൽ കിറ്റൻ, കോഴിക്കോടാണ് ലൊക്കേഷൻ. 3500 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അലിഗേറ്റർ കാർ ഫിഷാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ഫീറ്റ് ലെങ്ത് ഉള്ള അലിഗേറ്റർ കാറാണ്. വെറും 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 2000 രൂപ അലിഗേറ്റർ കാർ 1 ഫീറ്റ് ലെങ്ത് ഉള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് ഒരു ഹൈടെക് കോഴി കൂടും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അലിഗേറ്റർ കാർ 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഹൈടെക് കോഴിക്കൂട് അവർ ചോദിക്കുന്നത് 8000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 24 കോഴികൾ ഇടാൻ പറ്റിയതാണ്. നല്ല അടിപൊളി ഹൈടെക് കേജാണ്. വെറും 8000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 24 കോഴികളായിട്ട് വളർത്താൻ ഒരു വാട്ടർ ഡ്രിങ്കിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്, ഡ്രിപ്പ്, അതേപോലെ എഗ്ഗ് പ്രൊട്ടക്ഷൻ മെഷൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഹൈടെക് കേജാണ് വന്നിരിക്കുന്നത്. വെറും 8000 രൂപയാണ് 24 കോഴികളെ വളർത്താൻ പറ്റിയ കേജിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കൊനൂറുകൾ, അതേപോലെ പപ്പീസ്, അതേപോലെ ഷുഗർ ഗ്ലിഡറൊക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്ന സൺകോനൂറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 19000 രൂപയാണ് ഈ സൺകോനൂറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മിനിപ്പിന്നിൻ്റെ 2 വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മിനിപ്പിൻ ഡോഗിൻ്റെ 2 വയസ്സ് പ്രായമുള്ള മെയിൽ 6000 രൂപ. ഓൾ കേരള ഈ പെറ്റ്സ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ പപ്പി ഡോഗ്സും അതേപോലെ ക്യാറ്റ്, കൊന്നൂറുകൾ എല്ലാതും ഒരുപാട് പെറ്റ്സുകൾ നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊന്നൂറുകളിലൊക്കെ നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ സൺ കൊന്നൂറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 25000 രൂപയാണ്. നല്ല അടിപൊളി ഒരു സൺ കൊന്നൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 25000 രൂപയാണ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. ഒരുപാട് നല്ല അടിപൊളി കൊന്നൂറുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് റേറ്റും അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ബേഡ്സിനൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സ്വൈസൺ ലോറിക്കിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 29000 രൂപയാണ്. 29000 ആണ് ഈ ലോറിക്കിറ്റിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. 29000 രൂപ, 29000. അപ്പോൾ കൊന്നൂറുകളിലൊക്കെ ബ്രീഡിംഗ് പെയറുകൾ അതേപോലെ ചിക്സുകളൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് കൊന്നൂറുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ലോറിക്കിറ്റ് ബ്രീഡിംഗ് പെയർ 29000 രൂപ. നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്യാറ്റിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 5000 രൂപയാണ്. ഈ ക്യാറ്റിൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിൽ ക്യാറ്റ് 5000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജൻദേ കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ജൻദേ കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. ജൻദേ കൊനൂറിൻ്റെ ബ്രീഡിംഗ് പെയറിന് അവർ ചോദിക്കുന്നത് 16000 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 16000 രൂപ. 16000 രൂപയാണ് ജൻദേ കൊനൂറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് ഷുഗർ ഗ്ലിഡറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 14000 രൂപയാണ് ഷുഗർ ഗ്ലിഡറിൻ്റെ
ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 14,000 രൂപ. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ ഷുഗർ ഗ്ലിഡറിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് 14,000 രൂപയ്ക്ക്. അപ്പോൾ കുറച്ചധികം പെറ്റ്സുകളാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് സൺകോനൂറിൻ്റെ അടുത്തൊരു ബ്രീഡിംഗ് പെയറാണ്. നല്ല അടിപൊളി കളറൊക്കെ ഉള്ള സൺകോനൂറിൻ്റെ ബ്രീഡിംഗ് പെയർ 25,000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. 25,000 രൂപ. സൺകോനൂറിൽ തന്നെ ഒരു 3-4 പെയർ സൺകോനൂറുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. നല്ല കളറൊക്കെ ഉള്ള ഒരു സൺകോനൂറാണ് പെയർ. 25,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജാവയുടെ പെയറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1,300 രൂപയാണ് ജാവയുടെ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഒരു 10-12 പെയറോളം ജാവ കൊടുക്കാനുണ്ട്. 1,300 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഈ ബേഡ്സുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊനൂറിൻ്റെ വന്നിരിക്കുന്നത്. പൈനാപ്പിൾ കൊനൂറ് 4,800 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ കൊനൂറുകൾ 4,800 രൂപയാണ് റേറ്റിൻ്റെ ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഹാൻഡ് ഫീഡിങ് ചിക്കുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കൊനൂറുകളുടെ. നിങ്ങൾക്ക് ഏത് സമയവും ഈ കൊനൂറുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. വിളിച്ചാൽ നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊനൂറും അതേപോലെ ഗ്രീൻ ചിക്ക് കൊനൂറിൻ്റെയൊക്കെ ചിക്സുകളുണ്ട്. 4,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് വന്നിരിക്കുന്നത്. കൊനൂറുകളൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കേണ്ട പ്രായമാണിത്. അപ്പോൾ നന്നായിട്ട് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് നന്നായിട്ട് ടേം ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രായമാണ്. കൊനൂറുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. 4,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. വിത്ത് KCI സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത്. 12,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ലാബിൻ്റെ പപ്പീസ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 12,500 വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം അവർ ചോദിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി പപ്പീസാണ്. പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ലാബ്. അതിൻ്റെ ലാബിൻ്റെ തന്നെ നല്ല KCI സർട്ടിഫൈഡ് നല്ല ക്വാളിറ്റി നല്ല ലൈനേജ് വരുന്ന പപ്പീസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നൗറിച്ച് പൗഡറിൻ്റെ ഒരു മെയിൽ ബേഡാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല പൗട്ടിങ് ക്വാളിറ്റിക്കുള്ള നൗറിച്ച് പൗഡർ മെയിൽ. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2,600 രൂപയാണ് ഈ ബേഡിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബേഡ്സിനേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ എടുക്കാൻ കിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോയുടെ തൊട്ടടിയിലായിട്ട് മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. ആ മോർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീഡേഴ്സിനൊക്കെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ സ്ഥലം സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.